ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഇന്ന് ഒരുപാട് പേര് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. അപ്പം സെലിബ്രിറ്റീസ് പോലും അവരുടെ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ട്രൈ ചെയ്യുന്ന ഒന്നാണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പതി കൺസൾട്ടൻറ്റ്, Q&B ഹെൽത്ത് കെയർ. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നമുക്കറിയാം, പേര് പോലെ തന്നെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അല്ലെങ്കിൽ ജനറലി ഉണ്ടാകുന്നൊരു നീർക്കെട്ട് പോലൊരു അവസ്ഥയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ലോക്കലി ഉണ്ടാവും, ജനറലി ഉണ്ടാവും. ലോക്കലി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടിനെയാണ് ലോക്കൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ജനറൽ ഇൻഫ്ലമേഷൻ ആണെങ്കിൽ എൻറ്റയർ ബോഡിയിൽ ഉണ്ടാകുന്നൊരു നീർക്കെട്ടാണ്. ഈ ഒരു നീർക്കെട്ട് പോലൊരു അവസ്ഥയാണ് നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് നമ്മുടെ വെയിറ്റിലും കാര്യമായൊരു ലോസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഇത്തരത്തിൽ നീർക്കെട്ട് അമിതമായിട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വെയിറ്റ് വല്ലാതെ കൂടുന്നൊരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഉള്ളത്, അതായത് അക്യൂട്ടും ക്രോണിക്കും. അക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സഡൻ ആയിട്ട് ഉണ്ടാവുകയും കുറച്ച് നേരത്തേക്ക് മാത്രം, ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് പീരീഡിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അക്യൂട്ട് എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു ഫീവർ ആയിക്കോട്ടെ, ഒരു ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പെട്ടെന്ന് നമ്മൾ അതായത് എവിടെയെങ്കിലും വീഴുന്നൊരു സാഹചര്യത്തിലോ നമുക്ക് പെട്ടെന്ന് ഒരു ഇടി കിട്ടുന്ന ഒരു അവസ്ഥയിലോ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ ആ ഒരു നീർക്കെട്ടിനെയാണ് നമ്മൾ അക്യൂട്ട് എന്ന് പറയുന്നത്. എന്നാൽ ക്രോണിക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതായത് എന്തെങ്കിലും ഒരു അസുഖത്തിന് ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതും അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു നീർക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അസുഖവും നമുക്ക് ഉണ്ടായി എന്ന് വരാം. ഇത്തരത്തിൽ ലോങ് ടേം ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് നമുക്ക് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം പോലൊരു സാഹചര്യം ഉണ്ടാക്കാം. ഇത്തരത്തിൽ പാൻക്രിയാസിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടൈപ്പ് 2 ഡയബറ്റിസ് മെലൈറ്റസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലൊക്കെ നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിവറിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നമുക്കറിയാം. ലിവറിന് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് നമ്മുടെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ലിവറിന് ചുറ്റുപാടുമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടുന്നൊരു സാഹചര്യമാണ് ഈ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുണ്ടാകുന്നൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണത്. അതുപോലെ തന്നെ നമുക്ക് ലങ്ങിനുണ്ടാകുന്നത്, അതായത് നമ്മുടെ ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ കൊണ്ട് നമുക്ക് അസ്തമാറ്റിക് കണ്ടീഷൻ, അതായത് ലോങ് ടേം ആയിട്ട് നമുക്ക് ആസ്തമ പോലുള്ള ബുദ്ധിമുട്ടൊക്കെ വരാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള സ്ട്രെസ്സാണ്. നമ്മളിങ്ങനെ വിട്ടുമാറാതെ സ്ട്രെസ്സും ടെൻഷനൊക്കെ അനുഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ അമിതമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ഫർദർ നമുക്ക് അത് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാക്കാൻ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത്. അതിലൊന്ന് തന്നെയാണ് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടാത്തൊരവസ്ഥ, ഇൻസോംനിയ പോലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ നമുക്കിങ്ങനെ ഇൻഫ്ലമേഷൻ കണ്ടുവരാം. അതായത് നമ്മളിപ്പം ഉറങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തൊക്കെ ഒരു വീക്കം കാണാം, അതും അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റുപാടുമായിട്ട് വീക്കം കാണാം. നമ്മൾ പൊതുവേ ഒരു സ്ലഗിഷ് ആയിട്ട് നമ്മളെ കാണാൻ വേണ്ടി സാധിക്കും. ഒരു എനർജി ലോസ് ഉണ്ടാകുന്ന രീതിയിലൊരു കണ്ടീഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഇത്തരത്തിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാകുന്ന ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇത്തരത്തിലൊരു ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാരണമാവുന്നത് ഭക്ഷണങ്ങളാണ്. നമ്മൾ ഇൻഫ്ലമേറ്ററി ഫുഡ്സ് എന്ന് വേണം നമുക്ക് പറയാം. അതായത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള പാക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ട്രാൻസ് ഫാറ്റ് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രധാനമായിട്ട് നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഇതിലും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടൻസ് ഒക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ ബോഡിയിൽ വിട്ടുമാറാത്ത രീതിയിൽ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കുകയും ഫർദർ നമുക്കിങ്ങനെ ഒബേസിറ്റി പോലെ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷണ രീതിയിൽ മൊത്തത്തിൽ നമ്മളൊരു പാറ്റേണിൽ ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കറിയാം, അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ്. നമ്മളത് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ നോർമലി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു മേജർ ഡിസീസ് ഉണ്ടാകുമ്പോൾ അതിന് അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ സപ്ലിമെൻറ്റ്സ് നമുക്ക് തരാറുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാം. നട്ട്സിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആൽമണ്ട്സ് കഴിക്കാം, വാൽനട്ട് കഴിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സാലഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുകയാണ് രാവിലെ എങ്കിൽ നമുക്ക് അതിന് മേലെ ഡ്രസ്സിംഗ് ആയിട്ട് ഒലീവ് ഓയിൽസും ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്.
അപ്പോൾ ഇത്തരം കണ്ടൻസ് ഒക്കെ നമ്മൾ ഏർലി മോർണിംഗിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തിന് അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നോടിയായിട്ട് ഇത്തരത്തിൽ സീഡ്സ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാലഡ്സ് പോലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ ഇത്തരം കണ്ടൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ ഓയിലിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആ ഒരു പ്രവണത കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് പകരമായിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത് കഴിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് മൈൽഡായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കുന്നത് കൊണ്ടും കുറച്ചുകൂടെ ഹെൽത്തിയാണ്. നമ്മൾ ഒട്ടും ഓയിൽ യൂസ് ചെയ്യാത്ത രീതിയിൽ വെജിറ്റബിൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കറിയാം ഫൈബർ റിച്ച് ആണ്. നമ്മുടെ എൻ്റയർ ബോഡി ഫംഗ്ഷനിങ്ങിന് നമുക്ക് ഒരുപാട് എസെൻഷ്യൽ കണ്ടൻ്റ് ആണ് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇൻഡസ്ട്രിയൽ കംപ്ലയിൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫൈബർ നമ്മളെ സഹായിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് എപ്പോഴും നിങ്ങൾ ഇത്തരത്തിൽ ഓയിലി ആയിട്ട് കുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ചിക്കനും ഫിഷും ഒക്കെ കഴിക്കുന്ന സമയത്തും ഇത്തരത്തിൽ നമ്മൾ മൈൽഡായിട്ട് അല്ലെങ്കിൽ ബ്ലാൻഡ് ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്റ്റീം ചെയ്തോ സ്റ്റൂ പോലെ പ്രിപ്പയർ ചെയ്തോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിന് മാത്രമല്ല നമ്മുടെ സ്കിൻ ഹെൽത്തിനെയും ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റനിങ്ങിനും അല്ലാതെ പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി സീറംസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കോമൺലി ആൾക്കാർ യൂസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്. നമുക്ക് ഫ്രൂട്ട്സിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടൻ്റാണ് വൈറ്റമിൻ സി എന്ന് പറയും. പ്രധാനമായിട്ട് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. പപ്പായ, ഓറഞ്ച് പോലുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വെജിറ്റബിൾസിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രൊക്കോളിയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്, ക്യാപ്സിക്കത്തിൽ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ പേരക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം കണ്ടൻസ് ഒക്കെ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോളിഫിനോൾസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ പോളിഫിനോൾസ് എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരാവുന്ന ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല നമുക്കുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഈ പോളിഫിനോൾസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കളേർഡ് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെയാണ്. പ്രധാനമായിട്ട് നമ്മുടെ ക്യാപ്സിക്കം വെറൈറ്റി കളേഴ്സിലൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. യെല്ലോ, ഗ്രീൻ, അതുപോലെ റെഡ് കളേഴ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നത് വഴി ഇത്തരത്തിൽ പോളിഫിനോൾസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബ്രൊക്കോളി, റാഡിഷ്, ജിഞ്ചർ, ഗാർലിക്, സ്വീറ്റ് പൊട്ടറ്റോ പോലുള്ള കാര്യങ്ങളിലൊക്കെ പോളിഫിനോൾസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കണ്ടൻസും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ ഒരു പരിധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൈര്, മോര്, യോഗട്ട് പോലുള്ള പുളിപ്പിച്ച ആഹാരങ്ങളെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്, അതായത് നമ്മുടെ ഗട്ടിനകത്ത് അടങ്ങിയിട്ടുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കണ്ടൻസ് ആണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ യോഗട്ട്, കേർഡ്, ബട്ടർ മിൽക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ്. ഇനി പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിനകത്ത് വളരുന്ന ഈ ഗുഡ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമാണ് ഈ പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾക്ക് ധാരാളമായി കഴിക്കാവുന്നതാണ്. സെലറി പോലുള്ള, ബ്രൊക്കോളി പോലുള്ള കാര്യങ്ങൾ, അതുപോലെ നോർമലി നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഹൈഡ്രേഷൻ ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ എപ്പോഴും ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കുക. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഒരു 2.5 തൊട്ട് 3 ലിറ്റർ ഓഫ് വെള്ളം നമ്മൾ ഡെയിലി ബേസിൽ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു പരിധി വരെയുള്ള അസുഖങ്ങൾ നമുക്ക് ഇതുവഴി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ഗട്ടിനും നമ്മുടെ എൻ്റയർ ബോഡിക്കൊക്കെ ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അത് മാത്രമല്ല ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പാറ്റേണിലേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്കൊരു 5 times in a day പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയതിന് ശേഷം ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഏതൊക്കെ നേരത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു നേരം നമുക്ക് മെയിൻ മീലാക്കി കഴിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് ഫിഷ് കറി പോലുള്ള കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പോളിഫിനോൾസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഫൈബറും കിട്ടിക്കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ ഇത്തരം ഭക്ഷണങ്ങളെ ഒരു പാറ്റേൺ ആക്കി മാറ്റിയതിന് ശേഷം ഒരു ഡയറ്റ് പ്രോട്ടോക്കോൾ പോലെ നമ്മുടെ ഡെയിലി ബേസിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.